കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത് താരയെ കാണുവാൻ സാറ ഒരു റെസ്റ്റോറന്റിൽ എത്തുന്നിടത്തായിരുന്നു. സാറയെ കണ്ടതും താരയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. സാറ താരയോട് ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ താരി അത് കേൾക്കാനിരിക്കുകയാണ്. തന്റെ പേരിൽ ഒരു തെറ്റുമില്ലെന്നും അവരുടെ കുടുംബം കലക്കാനോ അവർക്കിടയിലേക്ക് വരാനോ താൻ ആഗ്രഹിച്ചിട്ടിരുന്നില്ലെന്നും പക്ഷേ ബിയാനാണ് തന്നെ കോൾ ചെയ്യുകയും മെസ്സേജ് ചെയ്യുകയും ചെയ്യുന്നത് എന്ന് സാറ താരിയോട് പറഞ്ഞു. പക്ഷെ അതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ മീറ്റ് ചെയ്യുന്നത് ശരിയായ കാര്യമാണെന്ന് കരുതുന്നുണ്ടോ എന്നായിരുന്നു താരിയുടെ ദേഷ്യത്തോടെയുള്ള മറുചോദ്യം. സാറ പറഞ്ഞു, ബിയാന്റെ ഉമ്മ കണ്ടെത്തിയ വിവാഹത്തിൽ അവൻ തീരെ ഹാപ്പിയല്ല എന്നാ എന്നോട് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ബിയാൻ ഹാപ്പി ആയിരിക്കണം എന്ന് മാത്രമേയുള്ളൂ. നിങ്ങളുടെ വിവാഹം അറിഞ്ഞപ്പോൾ തന്നെ ഒഴിഞ്ഞുമാറാൻ നോക്കിയതാണ് ഞാൻ. പക്ഷേ ബിയാനാണ് വീണ്ടും എന്നിലേക്ക് വന്ന് എന്നെ നിർബന്ധിച്ച് പിടിച്ചു നിർത്തിയത്. എന്തൊക്കെ പറഞ്ഞാലും ബിയാൻ ഇപ്പോ മാരീഡാണ്. മാരീഡായ ഒരാളുടെ കൂടെ നടക്കുന്ന നിങ്ങൾ ഒരു നല്ല സ്ത്രീയാണെന്ന് തോന്നുന്നുണ്ടോ? സാറയ്ക്ക് അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് താരിയുടെ സുഹൃത്ത് അങ്ങോട്ടേക്കും എത്തും എന്ന് പറഞ്ഞുള്ള കോൾ വന്നു. താരി അത് പറഞ്ഞതും സാറ അവിടെ നിന്ന് മടങ്ങുകയാണ്. സാറയ്ക്ക് വല്ലാത്തൊരു അമർഷമുണ്ടായിരുന്നു. വന്നെത്തിയ സുഹൃത്ത് താരി അങ്ങനെ ഇരിക്കുന്നു കണ്ട് എന്താ പറ്റിയതെന്ന് ചോദിച്ചു. ഞാൻ പിശാചിനെ കണ്ടു, അതുകൊണ്ടാ ഇങ്ങനെ ഇരിക്കുന്നെ എന്നായിരുന്നു താരിയുടെ മറുപടി. സാറയും അത് കേട്ടിരുന്നു. അന്ന് രാത്രിയിൽ സാറ പറഞ്ഞ വിവരങ്ങൾ ആലോചിച്ച് ബിയാൻ നിങ്ങളുടെ വിവാഹത്തിൽ ഹാപ്പിയല്ല എന്നതൊക്കെ ആലോചിച്ച് താരിക്ക് ഉറങ്ങാനേ സാധിച്ചില്ല. ഒടുവിൽ അവൾ പ്രാർത്ഥിച്ചു കിടന്നു. എപ്പോഴോ ഉറങ്ങിപ്പോയി. ഉറക്കത്തിനിടയിൽ അവൾ ഒരു സ്വപ്നം കണ്ടു. വീടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവൾ കണ്ടത് താരിയും സാറയും മക്കളും സന്തോഷത്തോടെ നിൽക്കുന്നതും അവർ ഒന്നിച്ച് ജീവിക്കുന്നതുമായ ദൃശ്യങ്ങളായിരുന്നു. അലറി വിളിച്ചിട്ടായിരുന്നു താരി ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നത്. താരി പിന്നാലെ ബിയാന്റെ മുറിയിലേക്ക് ചെന്നു. ബിയാനെ വിളിച്ചുണർത്തി കുറച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ സംസാരിച്ചാ പോരെ എന്ന് ചോദിച്ചപ്പോ പ്രഭാത നിസ്കാരത്തിന്റെ സമയമായി, എഴുന്നേറ്റ് ഫ്രഷായി വാ എന്ന് പറഞ്ഞ് ബിയാനെ നിർബന്ധിച്ച് താരി പറഞ്ഞയച്ചു. താരിയോട് താഴേക്ക് പൊക്കോളാനും താൻ വന്നോളാം എന്നും ബിയാൻ പറഞ്ഞു. സൂര്യനുദിച്ച് തെളിഞ്ഞ ശേഷമായിരുന്നു ബിയാൻ താഴേക്ക് വന്നത്. വേലക്കാരി ഡാർമിയും അവിടെ ഉണ്ടായിരുന്നു. ഡാർമിയെ മാറ്റി നിർത്തി ബിയാനും താരിയും സ്വകാര്യമായി സംസാരിക്കാൻ ആരംഭിച്ചു. നമ്മുടെ മാരേജ് സിറ്റുവേഷനെ പറ്റി ഞാൻ ഒരുപാട് ആലോചിച്ചു. എനിക്ക് ചിലത് പറയാനുണ്ട്. പറഞ്ഞു. എനിക്ക് നിങ്ങൾ എന്റെ ഭർത്താവായിട്ട് വേണം. ഇക്കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചതല്ലേ? അങ്ങനല്ല, എത്ര കാലം നമ്മൾ ഒന്നിച്ചു ജീവിക്കും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഉള്ള കാലത്തോളം പൂർണ്ണമായ രീതിയിൽ എനിക്ക് നിങ്ങളെ ഭർത്താവായിട്ട് വേണം. പിന്നെ നമുക്കിടയിൽ ആ ഒരു കാര്യം മാത്രം ഉണ്ടാവില്ല. എന്ത് കാര്യം? ബിയാൻ, നിങ്ങൾക്കറിയാമല്ലോ ആ ഒരു കാര്യം. ബിയാൻ അതും പറഞ്ഞ് താരിയെക്കുറിച്ച് കളിയാക്കി. അവരുടെ സംസാരമൊക്കെ ഡാർമി മറഞ്ഞു നിന്ന് കേൾക്കുന്നുമുണ്ടായിരുന്നു. ബിയാൻ പറഞ്ഞു, ഓക്കെ, അപ്പോ ആ ഒരു തടസ്സം മാറ്റി നിർത്തിയ ബാക്കിയെല്ലാം കൊണ്ടും ഒരു ഭാര്യയെ പോലെ നിന്നോട് പെരുമാറണമെന്ന്. അതെ, അതാ വേണ്ടത്. എന്നുവെച്ച വിശദമായി പറ. അതായത് സിനിമ കാണാൻ പോണം, ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം, പുറത്തൊക്കെ കറങ്ങാൻ പോണം, പിന്നെ എപ്പോ വേണമെങ്കിലും നിങ്ങളെ കോൾ ചെയ്യാൻ പറ്റണം. നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നെനിക്ക് ചോദിക്കാൻ പറ്റണം. അതൊക്കെ എനിക്ക് ഇഷ്ടമാ. ഭാര്യ എന്ന നിലയിൽ നിങ്ങളുടെ സമയത്തിൽ എനിക്ക് അവകാശമുണ്ടാകും, അതുപോലെ എന്റെ സമയത്തിൽ നിങ്ങൾക്കും. അത്രയുള്ളൂ. അല്ല, ഇനി സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിലൊക്കെ ഞാൻ നിങ്ങളെ വിളിക്കും. നിങ്ങൾ വന്ന് എന്നെ പിക്ക് ചെയ്ത് കൊണ്ടുപോകണം. ഇത്രയല്ലേ ഉള്ളൂ. ഓക്കെ, ഡൺ. അതുമാത്രമല്ല, ഇനിയുണ്ടോ? ആണുങ്ങൾ പള്ളികളിൽ പോയാൽ നിർബന്ധമായി നിസ്കരിക്കണ്ടേ? വീട്ടിലുള്ളപ്പോഴും മറ്റും നിങ്ങൾ നിർബന്ധമായി പള്ളിയിൽ പോണം. എന്നാലേ നിങ്ങളുടെ ഒപ്പം എനിക്കും വരാൻ പറ്റൂ. അല്ലേലെ പ്രഭാത നിസ്കാരത്തിന് പള്ളിയിൽ പോയാൽ എന്റെ ഉറക്കം ശരിയാവുന്നില്ല. അതൊന്നും കുഴപ്പമില്ല. ഞാൻ നിങ്ങളെ ഉണർത്തുന്ന കാര്യമേറ്റു. കഴിഞ്ഞില്ലേ? ഇല്ല, ഒന്നുകൂടെ ഉണ്ട്. മതപരമായ കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കുന്നുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾക്കധികം അറിവില്ല എന്നെനിക്കറിയാം. അതൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. നിങ്ങളും അതൊക്കെ പഠിക്കണം. എന്തിനാ ഞാനത് ചെയ്യുന്നേ? അറിവ് കൂടുതൽ കിട്ടിയ ശരിയേത് തെറ്റേത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാ. നിനക്ക് ചിലപ്പോ ഇല്ലെന്ന് തോന്നുമായിരിക്കും, പക്ഷേ എനിക്കും എന്റേതായ മോറൽ വാല്യൂസ് ഒക്കെ ഉണ്ട്. അത്രല്ലേ ഉള്ളൂ. ഓക്കെ, ഫൈൻ, ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞ് ബിയാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. താരിക്ക് സന്തോഷം തോന്നിയിരുന്നു. ഡാർമി അതൊക്കെ മറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നും താരിക്ക് അറിയാമായിരുന്നു. ബിയാൻ പോയതും ഡാർമി മറഞ്ഞിരിക്കുന്നിടത്ത് നിന്ന് ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞ് താരി ഡാർമിയെ വിളിച്ചു. ചെറിയൊരു ഇളിബ്യ ചിരിയോടെ ഡാർമി മുമ്പോട്ട് വന്നു. അന്ന് തന്നെ സാറയും അൽദിയും മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടെ തന്റെ പഴയ സുഹൃത്തിനെ മീറ്റ് ചെയ്യാൻ സാറ കടന്നു വന്നു. പക്ഷേ അന്ന് അൽദി ചോദിച്ചത് സാറയും ബിയാനും തമ്മിലുള്ള ഇപ്പോഴത്തെ ബന്ധത്തെപ്പറ്റിയും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്നുമൊക്കെയായിരുന്നു. അൽദി അങ്ങനെ ചോദിച്ചതും തന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുന്നതും സാറയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പഴയ സുഹൃത്തിനെ കാണാമെന്നൊക്കെ കരുതിയാ താൻ വന്നത്. എന്നിട്ട് നീ ഇപ്പോ സദാചാര പോലീസ് കളിക്കുവാണോ എന്ന്
എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ട് സാർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. പിറ്റേന്ന് പുലർച്ചെ പ്രഭാത നമസ്കാരത്തിന് പോകുവാൻ താരി വന്ന് ബിയാനെ വിളിച്ചുണർത്തിയിരുന്നു. ആ സമയം ബിയാൻ ഉറങ്ങുന്നത് താരി കുറച്ചുനേരം നോക്കി നിന്നു. ബിയാൻ എഴുന്നേറ്റ് താരി പോവാൻ തുടങ്ങിയപ്പോ താരിയെ പിടിച്ചിരുത്തി ബിയാൻ അവളോട് ചെറുതായൊന്ന് ഫ്ലേർട്ട് ചെയ്യാതിരുന്നില്ല. താരിക്ക് വല്ലാതൊരു നാണം തന്നെ വന്നിരുന്നു. തുടർന്ന് അവരൊന്നിച്ച് പള്ളിയിൽ പോയി സ്റ്റഡി ക്ലാസ്സുകളിൽ പങ്കെടുത്തു. അന്ന് ക്ലാസ്സിൽ ഉസ്താദ് ഒരു കാര്യം പറഞ്ഞു. നമ്മൾ ചിലപ്പോ നമുക്ക് നല്ലതെന്ന് ചിന്തിക്കുന്ന പലതും ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരിക്കില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ വിധി അയാളെ കൊണ്ടെത്തിക്കുന്നത് മറ്റൊരു വധുവിലാണ്. അവിടെ ദൈവമാണ് അവന്റെ വിധി തീരുമാനിച്ചിരിക്കുന്നത്. അവന് ഏറ്റവും ഉചിതമെന്ന് തോന്നിയ പെൺകുട്ടിയുമായി ദൈവം അവനെ കൂട്ടിക്കെട്ടും. കാരണം ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് ദൈവത്തിന് മാത്രമാണല്ലോ. ഉസ്താദ് അത് പറഞ്ഞപ്പോ ബിയാൻ തിരിന് പിന്നിലിരിക്കുന്ന താരിയെ ഒന്ന് നോക്കി. പിന്നീട് അങ്ങോട്ടേക്ക് താരിയുടെയും ബിയാന്റെയും ജീവിതം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അത്രമേൽ സന്തോഷകരമായി മാറുകയായിരുന്നു. താരിയുടെ ഡിമാൻഡ് ബിയാൻ അംഗീകരിച്ചതിൽ പിന്നെ ഒരു ഭാര്യയോടെന്ന പോലെ അവൻ അവളോട് പെരുമാറാൻ തുടങ്ങി. അവരൊന്നിച്ച് ഭക്ഷണം കഴിച്ചു, സുഹൃത്തുക്കളെ പോലെ സംസാരിച്ചു, ജോഗിങ്ങിനും മറ്റും പോയി, കറങ്ങാൻ പോയി. മതപഠന ക്ലാസുകൾ കേൾക്കുവാൻ ബിയാൻ താല്പര്യം കാണിച്ചില്ലെങ്കിലും ഡാർമിയുടെ സഹായത്തോടെ താരി അതൊക്കെ അവനെ കേൾപ്പിച്ചു. അങ്ങനെ സന്തോഷത്തോടെ നാളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒരിക്കൽ താരിയുടെ ഒരു സെമിനാർ ഉണ്ടായിരുന്നു. ആ സെമിനാർ നല്ല രീതിയിൽ നടന്നു. തന്റെ ക്ലാസ്സിൽ താരി പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. നമ്മളെ തേടി നിരവധി പരീക്ഷണങ്ങൾ വരും, പക്ഷേ നമ്മൾ പതറരുത്. ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ എന്തായാലും മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലേക്ക് നമ്മൾ മാറിമറിയപ്പെടേണ്ടതുണ്ട്. നമ്മൾ കടന്നുപോകുന്ന കഷ്ടതകളുടെ അർത്ഥം ദൈവത്തിന് നമ്മോട് ഇഷ്ടമില്ലെന്നല്ല, വെറുപ്പുണ്ടെന്നുമല്ല. ഓരോ പരീക്ഷണത്തിലും നമ്മുടെ ക്ഷമയെ, ദൈവത്തോടുള്ള സ്നേഹത്തെ ദൈവം പരീക്ഷിക്കുകയാണ്. ദൈവം എപ്പോഴും നമ്മളെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് ക്ലാസ്സിൽ പങ്കെടുക്കാൻ അൽദിയുമുണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞപ്പോ അൽദി താരിയുടെ അടുത്ത് വന്ന് സംസാരിച്ചു. താരിയുടെ ക്ലാസ്സിനെ പുകഴ്ത്തി. നീ ഒറ്റക്കാണോ വന്നത് എന്നൊക്കെ താരി അന്വേഷിച്ചപ്പോ അതേയെന്ന് അവൻ മറുപടി പറഞ്ഞു. നിനക്ക് ഗേൾഫ്രണ്ട് ഒന്നുമില്ലേ എന്ന മട്ടിൽ താരി അന്വേഷിച്ചപ്പോ അവൾ മറ്റൊരാളെയാ സ്നേഹിക്കുന്നത്, താൻ മൂന്നാമതൊരാളാ എന്ന മട്ടിൽ അൽദി പറഞ്ഞത് താരിക്കും ചെറുതായൊന്ന് കൊണ്ടിരുന്നു. ഈ സമയം അമ്മി അങ്ങോട്ടേക്ക് കടന്നു വന്നു. അൽദിയെ കണ്ടതും ചെറുതായൊന്ന് ഫ്ലേർട്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചു. പിന്നാലെ താരിയോട് ബിസിനസ്സിൽ തന്റെ മെന്റർ ആവാമോ എന്ന് അൽദി തിരക്കി. ആ സമയമാണ് അങ്ങോട്ടേക്ക് ബിയാൻ കടന്നു വരുന്നത്. അൽദിയുമായി താരി അങ്ങനെ സംസാരിച്ചു നിൽക്കുന്നത് ബിയാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. നമുക്ക് പോവാമെന്ന് പറഞ്ഞ് അൽദിയോടധികം സംസാരിക്കാൻ നിൽക്കാതെ താരിയെയും വിളിച്ച് ബിയാൻ വേഗത്തിൽ അവിടെ നിന്ന് പോരുകയാണ്. പോരുന്ന വഴിയിൽ കാറിൽ വെച്ച് ബിയാന്റെ ചോദ്യം മുഴുവൻ അൽദിയെ പറ്റി തന്നെയായിരുന്നു. അൽദി തന്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കാറുണ്ടെന്നും അങ്ങനെ സംസാരിച്ചതാണ് എന്നൊക്കെ താരി മറുപടി പറഞ്ഞു. അൽദി ഫോണിൽ മെസ്സേജ് അയക്കോ എന്നൊക്കെയായി അവന്റെ അടുത്ത ചോദ്യം. ഒരിക്കൽ മെസ്സേജ് അയച്ചു, ഞാൻ റിപ്ലൈ കൊടുത്തു എന്നും താരി പറഞ്ഞു. എന്തിനാ റിപ്ലൈ കൊടുക്കുന്നേ എന്നവൻ ചോദിച്ചപ്പോ നിങ്ങളുടെ കസിനല്ലേ അതുകൊണ്ടാ കൊടുത്തത് എന്നായിരുന്നു അവളുടെ മറുപടി. ബിയാൻ പൊസസീവ് ആകുന്നതും കുശുമ്പ് കാണിക്കുന്നതും താരിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. താരി അത് ചോദിച്ച് ബിയാനെ കുറച്ച് കളിയാക്കി. ബിയാൻ ഇല്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും ബിയാന്റെ മുഖഭാവവും പൊസസീവ്നെസ്സും ഒക്കെ കണ്ട് താരിക്ക് സന്തോഷം തോന്നാതിരുന്നില്ല. അടുത്ത ദിവസം ബിയാന്റെ ഉമ്മ കൊടുത്തുവിട്ട് ഒരു പാഴ്സലുമായി അൽദി താരിയുടെ വീട്ടിലെത്തി. മിസസ് ഡാർമിയും ആ സമയം വീട്ടിലുണ്ടായിരുന്നു. അൽദി വീട്ടിലേക്ക് വന്നു കണ്ട് ആദ്യമൽപ്പം അതിശയിച്ച താരി ഉമ്മ ഗിഫ്റ്റ് കൊടുത്തു വിട്ടതാണെന്ന് മനസ്സിലാക്കി അത് സ്വീകരിച്ച് അൽദിയെ വീടിനുള്ളിലേക്ക് ക്ഷണിച്ചു. അവന് ഭക്ഷണം കൊടുത്ത് യാത്ര പറഞ്ഞ അൽദി ഇറങ്ങാൻ നേരമാണ്. അന്ന് ജോലി കഴിഞ്ഞ് പതിവിലും നേരത്തെ ബിയാൻ അങ്ങോട്ടേക്ക് വരുന്നത്. വീട്ടിൽ വന്ന് മടങ്ങിപ്പോകുന്ന അൽദിയെയും അടുത്ത് നിൽക്കുന്ന താരിയെയും കണ്ട് ബിയാന് വല്ലാത്ത പൊസസീവ്നെസ് വന്നു. ചെറിയ സംശയങ്ങൾ തന്നെ തോന്നി. അൽദി പോയി കഴിഞ്ഞപ്പോ അൽദി എപ്പോഴാ വന്നേ, എന്തിനവൻ വന്നത് എന്ന മട്ടിലൊക്കെ ബിയാൻ 100 ചോദ്യങ്ങൾ താരിയോട് തിരക്കി. ബിയാന്റെ ചോദ്യങ്ങളുടെ മൂർച്ച താരിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഉമ്മ ഗിഫ്റ്റ് കൊടുത്തുവിട്ടതാ എന്നൊക്കെ അവൾ പറഞ്ഞെങ്കിലും അതൊന്നും ബിയാന് വിശ്വാസമില്ലാത്ത പോലായിരുന്നു. ഒടുവിൽ ബിയാൻ തന്നെ സംശയിക്കുകയാണെന്ന് കണ്ടതും ദേഷ്യം വന്ന അവൾ ബിയാനോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കാമുകിയെ വീട്ടിൽ കൊണ്ടുവന്നു എന്ന് കരുതി നിങ്ങളെപ്പോലെ എന്നെ ചിന്തിച്ചേക്കരുത് എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ ഉമ്മ കൊടുത്തുവിട്ട ഗിഫ്റ്റ് ബിയാന്റെ കയ്യിൽ കൊടുത്ത് അവൾ അകത്തേക്ക് പോയി. അവൾ പറഞ്ഞത് സത്യമായിരുന്നു എന്ന് മനസ്സിലാക്കിയ ബിയാനും അവളെ സംശയിച്ചതിലും മറ്റും വല്ലാത്തൊരു കുറ്റബോധം തോന്നി. താരി അന്ന് ബിയാനോട് പിണങ്ങി തന്നെ ഇരിക്കുകയായിരുന്നു. ബിയാൻ താരിക്കടുത്തെത്തി സംസാരിക്കാനും അവളുടെ പിണക്കം മാറ്റാനും ശ്രമിച്ചെങ്കിലും താരി അവനോട് ദേഷ്യം തന്നെ പ്രകടിപ്പിച്ചു. നമ്മൾ ഒന്നിച്ച് സിനിമയ്ക്കൊന്നും പോയിട്ടില്ലല്ലോ, ഒരു സിനിമയ്ക്ക് പോയാലോ എന്നൊക്കെ ബിയാൻ ചോദിച്ചെങ്കിലും താരി താല്പര്യം
താല്പര്യം പ്രകടിപ്പിച്ചില്ല. പക്ഷേ വൈകിട്ട് ബിയാൻ താരയുടെ റൂമിൽ മുട്ടി. സിനിമയ്ക്ക് പോവാമെന്ന് പറഞ്ഞിരുന്നല്ലോ, റെഡിയായില്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാനെപ്പോ ഇതിന് സമ്മതിച്ചു എന്നായിരുന്നു ഞെട്ടലോടെ താരയുടെ മറുചോദ്യം. പിന്നാലെ താരയോട് റെഡിയായി വരാൻ ബിയാൻ നിർബന്ധിച്ചു. താരി അങ്ങനെ ചെറിയ പിണക്കമൊക്കെ മാറ്റി റെഡിയായി വരികയാണ്. ഹാളിലെത്തിയപ്പോഴോ ബിയാൻ റെഡിയായിട്ടില്ല. എന്നോട് റെഡിയാവാൻ പറഞ്ഞിട്ട് റെഡിയാവുന്നില്ലേ എന്ന് താരി തിരക്കി. നമ്മള് സിനിമയ്ക്ക് പോകുന്നുണ്ട്, പക്ഷേ പുറത്തല്ല, ദാ ഇവിടെ ടിവിയിലാ നമ്മള് സിനിമ കാണുന്നേ. എങ്കിൽ പിന്നെ ഞാനീ അണിഞ്ഞിരുങ്ങൊന്നും വേണ്ടാർന്നല്ലോ. അതിനെന്താ, ഇപ്പൊ നിന്നെ കാണാൻ നല്ല സുന്ദരിയായിട്ടില്ലേ, എനിക്കിഷ്ടായി. ബിയാൻ അത് പറഞ്ഞതും താരയുടെ മുഖത്തൊരു നാണം വന്നു. അവരൊന്നിച്ചിരുന്ന് ഒരു റൊമാൻറ്റിക് കോമഡി ഫിലിം കാണാനും പോപ്കോണൊക്കെ കഴിക്കാനും മറ്റും ആരംഭിച്ചു. സിനിമയിൽ ഒരു ഇന്റിമേറ്റ് രംഗം വന്നപ്പോൾ താര തന്റെ കണ്ണുപൊത്തിയിരുന്നു. ബിയാൻ അതും പറഞ്ഞ് താരയെ ടീസ് ചെയ്യാൻ തുടങ്ങി. എന്താ ഇത് കുഴപ്പം, നീ ഇതിനു മുമ്പ് ആരെയും ഉമ്മ വെച്ചിട്ടില്ലേ? ബിയാൻ ചോദിച്ചു. ഞാൻ അതിനെപ്പറ്റിയൊന്നും സംസാരിക്കില്ല. താരി ഒഴിഞ്ഞു മാറാൻ നോക്കി. ബിയാൻ പക്ഷേ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു. എങ്കി അത് വിട്, ഒരാണിനൊപ്പം കൈകൾ കോർത്തു പിടിച്ച് നടന്നിട്ടുണ്ടോ? ബിയാന്റെ അടുത്ത ചോദ്യം വന്നു. ഇല്ലെന്നവൾ തോൾ കുലുക്കി. ഓ, അപ്പോ അന്ന് നമ്മൾ ഒന്നിച്ച് കൈകോർത്ത് പിടിച്ചു പോയതാണല്ലേ? ആദ്യമായി നീ ഒരാളുടെ കൈകോർത്ത് പിടിക്കുന്നേ? അതെന്നായിരുന്നു താരിയുടെ മറുപടി. നീ വെറുമൊരു പാവം കുട്ടിയാണല്ലേ? ബിയാൻ ചോദിച്ചതും താരി പറഞ്ഞു. സ്കൂള് തൊട്ടേ ഞാൻ ഹിജാബ് ധരിക്കാൻ തുടങ്ങിയതാ. കൃത്യമായി മതവിശ്വാസം ഫോളോ ചെയ്യുന്ന വ്യക്തിയാ ഞാൻ. അത്തരത്തിലുള്ള ഞാൻ ഒരിക്കലും ഡേറ്റിങ്ങിനൊന്നും പോവില്ല. അടുത്തിടപഴകുന്നതും അന്യപുരുഷനെ ഉമ്മ വയ്ക്കുന്നതുമൊക്കെ ഇസ്ലാമിൽ അനുവദനീയമല്ല. അതൊക്കെ കേട്ട് ബിയാൻ ചെറുതായി ചിരിക്കുന്നുണ്ടായിരുന്നു. ബിയാൻ താരിയുടെ കൈകൾ ചേർത്തു പിടിച്ചു. ഒരു നിമിഷം താരിയൊന്ന് വല്ലാതായി. പിന്നാലെ താരി ചോദിച്ചു. നീ ചുംബിച്ചിട്ടുണ്ടല്ലേ, എന്താ നീ ഉദ്ദേശിക്കുന്നേ എന്ന് ബിയാൻ ചോദിച്ചതും കൈ വിടുവിച്ച് താരി മുറിയിലേക്ക് പോവാൻ തുടങ്ങി. ബിയാൻ പിന്നാലെ വന്ന് മുറിയിൽ മുട്ടി താരിയെ വിളിച്ച് അവളെയും കൂട്ടിക്കൊണ്ട് മുകളിലെ തന്റെ മുറിയിലേക്ക് പോയി. അന്ന് ആ രാത്രിയിൽ അവർ ഒന്നായി മാറുകയായിരുന്നു. ശേഷം ഇരുവരും സംസാരിച്ചിരിക്കുമ്പോൾ താരി വല്ലാതെ നാണം കുടുങ്ങിയിരുന്നു. വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ച ബിയാൻ താരിക്കായി കുറച്ച് ഭക്ഷണമുണ്ടാക്കി. അവരിരുവരും ഒന്നിച്ച് അത് കഴിക്കാൻ ആരംഭിച്ചു. ആ സമയം അൽത്തിയെ പറ്റി ചോദിച്ചതിനും അവളെ സംശയിച്ചതിനും ബിയാൻ അവളോട് ക്ഷമ ചോദിച്ചു. അപ്പോഴാണ് ബിയാന്റെ ഫോൺ റിങ് ചെയ്യുന്നത്. സാറയുടെ കോളായിരുന്നു. ബിയാൻ അത് അവഗണിക്കാൻ നോക്കി. താരി പറഞ്ഞു, കോൾ അറ്റൻഡ് ചെയ്തോളൂ, എനിക്കിപ്പോ ഇതൊക്കെ ശീലമാണ്. ബിയാൻ കോൾ അറ്റൻഡ് ചെയ്തു. ഒരു ആക്സിഡന്റ് ന്യൂസ് ആയിരുന്നു ബിയാൻ കേട്ടത്. ഉടനടി ബിയാനും താരിയും കൂടി വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു പോവുകയാണ്. ഹോസ്പിറ്റൽ ലോബിയിൽ താരിയിരുന്നു. ബിയാൻ അകത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ടേക്ക് അൽത്തി വന്നതും ലോബിയിലിരിക്കുന്ന താരിയെ കണ്ടിരുന്നു. താരി എന്താ ഇവിടെയെന്ന് ചോദിച്ചപ്പോ ബിയാന്റെ സുഹൃത്തിന് അപകടം പറ്റി, ബിയാനൊപ്പം വന്നതാ എന്ന് പറഞ്ഞു. എങ്കി അകത്തേക്ക് വാ, ബിയാന്റെ കൂട്ടുകാരനല്ലേ എന്ന് പറഞ്ഞ് അൽത്തി താരിയെയും കൂട്ടി പരിക്കേറ്റ സാറ കിടക്കുന്ന റൂമിലേക്ക് കയറി ചെന്നു. ബിയാൻ സാറയെ അഭിമുഖീകരിച്ചിരുന്നതുകൊണ്ട് പിന്നിൽ വന്ന അൽത്തിയെയും താരിയെയും കണ്ടിരുന്നില്ല. പക്ഷേ സാറ താരി വരുന്നത് കണ്ടിരുന്നു. ബിയാനാണെങ്കിൽ സാറയെ ആശ്വസിപ്പിച്ചിരിക്കുകയാണ്. താരിയോട് കഴിഞ്ഞ സംഭവത്തിൽ ചെറിയൊരു ദേഷ്യമുണ്ടായിരുന്ന സാറ അവിടെ വെച്ച് ബിയാനെ കെട്ടിപ്പിടിക്കുകയാണ്. താരി പിന്നിലുള്ളതറിയാതെ സാറയെ പുറത്തു തട്ടി ബിയാൻ ആശ്വസിപ്പിക്കുന്നുമുണ്ടായിരുന്നു. ഇത് കണ്ട് താരിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഏറെ വേദനയോടെ അവൾ അവിടെ നിന്ന് തിരികെ പോന്നു. പിറ്റേന്ന് പുലർച്ചെയായിരുന്നു ബിയാൻ ആശുപത്രിയിൽ നിന്നും മടങ്ങി വന്നത്. ബിയാൻ എത്തുമ്പോൾ താരി ബാഗൊക്കെ പാക്ക് ചെയ്ത് എങ്ങോട്ടേക്കോ പോവാനൊരുങ്ങി നിൽക്കുകയാണ്. എങ്ങോട്ടാ പോകുന്നേ എന്ന് ബിയാൻ തിരക്കി. താരി പറഞ്ഞു, ഞാൻ കുറച്ചു നാളത്തേക്ക് ഒന്നിവിടുന്ന് മാറി നിൽക്കുക. എനിക്ക് ആലോചിക്കാനും തീരുമാനമെടുക്കാനും സമയം വേണം. നമ്മുടെ മാരേജ് സിറ്റുവേഷനെ പറ്റിയും നിങ്ങളെപ്പറ്റിയും എന്നെപ്പറ്റിയും ഒക്കെ എനിക്കൊന്ന് ആലോചിക്കണം. ഇതിങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോവാൻ എനിക്കിനിയും പറ്റുന്നില്ല. നിങ്ങൾ തിരികെ വരാതെ ഓരോ ഇടങ്ങളിൽ പോകുമ്പോ ഓരോ തവണയും അത്രയും ഹൃദയവേദനയായി എനിക്ക് അനുഭവപ്പെടുന്നേ. താരി സാറ ഈ നഗരത്തിൽ ഒറ്റയ്ക്കാണ്. അവളെ സഹായിക്കാൻ ആരുമില്ല. അതല്ലേ ഞാൻ പോയത്. എനിക്കറിയാം, ഞാൻ മനസ്സിലാക്കാൻ നോക്കുന്നുമുണ്ട്. നമ്മുടെ വിവാഹം കഴിഞ്ഞ നാൾ മുതൽ എന്നെങ്കിലും എനിക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്ഥാനം കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നിങ്ങൾ എന്നെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുന്നു പോലുമില്ല. പിന്നെങ്ങനെ എനിക്ക് സാറയ്ക്കെതിരെ ഒന്ന് പൊരുതാനെങ്കിലും ആകും. അവൾ ഒറ്റക്കാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. ഞാനും നമ്മുടെ ഈ വീട്ടിൽ ഒറ്റക്കായിരുന്നു. പക്ഷേ ഏറ്റവും സങ്കടകരമായ കാര്യം എന്തെന്നാ, എനിക്ക് നിങ്ങളോട് ദേഷ്യം വരുന്നില്ല, വെറുക്കാൻ പറ്റുന്നില്ല. എപ്പോഴാണെന്നറിയില്ല, ഞാൻ നിങ്ങളെ പ്രണയിച്ചുപോയി. നിങ്ങളോട് പ്രണയത്തിലാകുമ്പോ അതിത്രമേൽ വേദന നിറഞ്ഞതായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു പോലുമില്ല. അതൊക്കെ കേട്ട് ബിയാനും ഏറെ വേദന തോന്നുന്നുണ്ടായിരുന്നു. തന്നെ വിട്ട് പോവരുതെന്ന് ബിയാൻ താരിയോട് അപേക്ഷിച്ചു. താരി തിരികെ ചോദിച്ചു, നിങ്ങൾക്ക് സാറയെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ബിയാന്
പെട്ടെന്ന് മറുപടി ഉണ്ടായിരുന്നില്ല. ഒരു തീരുമാനത്തിലെത്തിക്കഴിയുമ്പോ എന്നെ അറിയിച്ചാ മതി എന്ന് പറഞ്ഞ് വേദനയിലും സങ്കടത്തിലും താര്യ ആ വീട് വിട്ടിറങ്ങിപ്പോന്നു. എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ കൺഫ്യൂസ്ഡായി ബിയാൻ നിൽക്കുന്നുണ്ടായിരുന്നു. 4ാമത്തെ എപ്പിസോഡ് ആദർശത്തോടെ അവസാനിക്കുകയാണ്. തുടർന്ന് കാണുവാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള പ്ലേലിസ്റ്റ് ലിങ്ക് പരിശോധിക്കുമല്ലോ. കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി ഉടൻ കണ്ടുമുട്ടാം. അതുവരെ ബൈ.